കിച്ചണിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ ഹാർദമായ സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ മീൻ കറി റെസിപ്പിയാണ് നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നല്ല മീൻ കറിയും ചോറും ഉണ്ടെങ്കിൽ ഊണ് കുശാലായി. എങ്ങനെ നല്ല ടേസ്റ്റി ഫിഷ് കറി ഉണ്ടാക്കാമെന്ന് നോക്കാം. മീൻ കറി പലതരത്തിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് മീൻ കറി വയ്ക്കാൻ തുടങ്ങാം. ചെമ്പല്ലി, ഉണ്ണിമേരി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മീനിലാണ് നമ്മളിതുണ്ടാക്കുന്നത്. ഇതിനു പകരം നിങ്ങൾക്കിഷ്ടമുള്ള ഏത് മീനിലും തയ്യാറാക്കാം. ആദ്യം നമുക്ക് വെളുത്തുള്ളി 5 എണ്ണം ചതച്ചു വയ്ക്കാം. അടുത്തതായി ഒരു മസാല അരച്ചെടുക്കാം. ഇതിന് ചെറിയ മിക്സി ജാറിൽ 8 ചെറിയ ഉള്ളി, 5 വെളുത്തുള്ളി, 1 തക്കാളി, 2 സ്പൂൺ മുളക് പൊടി. കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ഈ അളവിൽ എടുക്കുക. അല്ലെങ്കിൽ ഈ മുളക് പൊടിയുടെ പകുതി, അതായത് 1 സ്പൂൺ സാദാ മുളക് പൊടി ചേർക്കുക. കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എരിവ് കുറവും കറിക്ക് നല്ല കളർ കിട്ടുകയും ചെയ്യും. അടുത്തതായി 2 സ്പൂൺ ഫിഷ് മസാലപ്പൊടി ചേർക്കുക. ഏകദേശം 1/2 സ്പൂണിനും താഴെ കുരുമുളക് കൂടി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കുക. അരച്ച മസാല മാറ്റിവെക്കാം. അതിനുശേഷം ഗ്യാസ് കത്തിച്ച് ഒരു മൺചട്ടി വയ്ക്കുക. മീൻ കറി മൺചട്ടിയിൽ പാചകം ചെയ്യുമ്പോൾ സ്വാദ് ഒന്നുകൂടി മെച്ചപ്പെട്ടതായിരിക്കും. കൂടാതെ കറി പെട്ടെന്ന് കേടുവരികയുമില്ല. മൺചട്ടി ചൂടാകുമ്പോൾ 1 സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക. മീൻ കറി നല്ലെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ സ്വാദ് സൂപ്പറായിരിക്കും. എണ്ണ ചൂടാകുമ്പോൾ 1 സ്പൂൺ കടുകിട്ട് കൊടുക്കുക. കടുക് പൊട്ടുമ്പോൾ 1/4 സ്പൂൺ ഉലുവ ചേർക്കുക. കടുകും ഉലുവയും പൊട്ടിക്കഴിഞ്ഞാൽ 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു പച്ചമുളക് 2ആയി കീറിയതും നമ്മൾ നേരത്തെ ചതച്ചു വെച്ച 1 സ്പൂൺ വെളുത്തുള്ളിയും ചേർക്കുക. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം 1 കപ്പ് ചെറിയ ഉള്ളി ചേർത്ത് വഴറ്റുക. ഈ സമയം ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ പുളി ഇളം ചുടുവെള്ളത്തിലിട്ട് 10 മിനിറ്റിന് ശേഷം പിഴിഞ്ഞു വയ്ക്കുക. ചെറിയ ഉള്ളി കണ്ണാടി പാകമായാൽ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കറിക്ക് ആവശ്യമായ 1 സ്പൂൺ കല്ലുപ്പ് കൂടി ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ഉള്ളി പെട്ടെന്ന് വാടി വരും. ഇനി ഇതിലേക്ക് ഒരു തക്കാളി മുറിച്ചത് ചേർത്ത് വഴറ്റുക. തക്കാളി മാഷ് ആകണം. അതിന് തക്കാളി തവി കൊണ്ട് ഉടച്ച് വഴറ്റുക. അതിനുശേഷം അരച്ചു വെച്ച മസാല ചേർത്ത് ഒന്നുകൂടി വഴറ്റുക. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റണം. മസാലയുടെ പച്ചമണം മാറി എണ്ണ തെളിഞ്ഞു വരും. ഈ സ്റ്റേജിൽ പിഴിഞ്ഞു വെച്ച വാളൻപുളി ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് 5 മിനിറ്റ് തിളപ്പിക്കുക. അതിനുശേഷം കറിക്ക് എത്ര തിക്നെസ് വേണമോ അതിനനുസരിച്ച് വെള്ളം ചേർക്കുക. മിക്സി ജാർ കഴുകിയ വെള്ളം കൂടി ഒഴിക്കാവുന്നതാണ്. എപ്പോഴും കറികൾക്ക് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. മീൻ കറി തിളച്ച് വന്നാൽ മൂടി വെച്ച് 10 മിനിറ്റ് തിളപ്പിക്കുക. എണ്ണ തെളിയണം. ഇപ്പോൾ വശങ്ങളിൽ എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് തേങ്ങാപ്പാൽ 1 കപ്പ് ചേർക്കാം. 1/4 പാൽ മാത്രമാണ് നമ്മൾ ചേർക്കുന്നത്. ഇതിന് 1 മുറി തേങ്ങ ചിരകിയതിലേക്ക് 1 കപ്പ് ഇളം ചുടുവെള്ളം ഒഴിച്ച് മിക്സിയിൽ അടിച്ചതിനു ശേഷം അരിച്ചെടുത്താൽ നല്ല കൊഴുത്ത 1/4 പാൽ റെഡി. ഇനി നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായി മേടിക്കാൻ കിട്ടുന്ന തേങ്ങാപ്പാലും യൂസ് ചെയ്യാം. വീണ്ടും അടച്ച് വെച്ച് തിളപ്പിക്കുക. 5 മിനിറ്റ് തിളപ്പിച്ചതിനു ശേഷം കഴുകി വൃത്തിയാക്കിയ 1/2 കിലോ ചെമ്പല്ലി ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ 5 മുതൽ 7 മിനിറ്റ് തിളപ്പിച്ചാൽ തന്നെ മീൻ ആവശ്യത്തിന് കറക്റ്റ് ടെക്സ്ചറിൽ ഉടഞ്ഞു പോകാതെ വെന്ത് കിട്ടും. ചട്ടിയിൽ മീൻ കറി തയ്യാറാക്കിയാൽ വാങ്ങി വെച്ചാലും കറി കുറച്ച് നേരത്തേക്ക് തിളച്ചുകൊണ്ടിരിക്കും. ഇനി നമ്മൾക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് വാങ്ങി വയ്ക്കാം. നല്ല ടേസ്റ്റി ഫിഷ് കറി റെഡി. ഈ മീൻ കറി ചോറ്, ആപ്പം, ഇടിയപ്പം, ചപ്പാത്തി, പൊറോട്ട, പുട്ട് എന്നിവയ്ക്കെല്ലാം
ഒന്നാം തരം സൈഡ് ഡിഷാണ്. ഈ മീൻകറി ഒരിക്കലുണ്ടാക്കിയാൽ നിങ്ങൾ ഇത് അടിക്കടി ഉണ്ടാക്കും. ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാകും. 1 സ്പൂൺ എണ്ണ മാത്രമേ നമ്മൾ ഈ മീൻ കറിയിൽ ഉപയോഗിച്ചിട്ടുള്ളൂ, അതും നല്ലെണ്ണ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ധൈര്യമായി കഴിക്കാം. മീൻ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഫ്രൈ ചെയ്ത് കഴിക്കാതെ ഇങ്ങനെ കറി വെച്ച് കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതട്ടെ. നമ്മുടെ ഇന്നത്തെ ഫിഷ് കറി ഉണ്ടാക്കി നോക്കി കഴിച്ച ശേഷം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും പ്രിയപ്പെട്ടവർക്കും അയച്ചു കൊടുക്കാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.